ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സ്പ്രസ് വിഷൻ. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന അതിമനോഹരമായ ഒരു കൊട്ടാരത്തിലേക്കാണ്. അതെ, മൈസൂർ പാലസ്. അംബവിലാസ് പാലസ് എന്നും ഇത് ഇവിടത്തുകാർ പറയാറുണ്ട്. അതിമനോഹരമായ ഒരു നിർമ്മിതി തന്നെയാണ് ഈ മൈസൂർ പാലസ്. എത്ര കണ്ടാലും മതി വരാൻ സാധ്യതയില്ല. അത്രയേറെ ഭംഗിയോടെ വളരെയധികം കലാവിരുതോടുകൂടി ഇത് സംവിധാനിച്ചിട്ടുണ്ട്. വർഷത്തോളം മൈസൂർ ഭരിച്ച വോഡയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ മൈസൂർ പാലസ്. ഇതിൻ്റെ ആദ്യ രൂപം യഥാർത്ഥത്തിൽ മരം കൊണ്ടുള്ളതാണെങ്കിലും പിന്നീട് ആയിരത്തി 1897 ഇത് പുനർനിർമ്മിക്കുന്നത്. കൃഷ്ണരാജേന്ദ്ര വോഡയാർ നാലാമൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർ വെൻട്രി ഇർവിൻ്റെ മേൽനോട്ടത്തിലാണ് ഏകദേശം 15 വർഷത്തിലേറെ എടുത്ത ഈ നിർമ്മാണം നടത്തിയത്. 1912 ഈ കാണുന്ന രൂപത്തിലുള്ള ഈ മനോഹരമായ ഈ കൊട്ടാരം പൂർത്തിയായത്. വർഷം പ്രതി 50 ലക്ഷത്തിലേറെ പേർ സന്ദർശിക്കുന്നു എന്നാണ് കണക്ക്. ഈ വോഡയാർ രാജവംശം 1399 മുതൽ 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെ മൈസൂർ ഭരിച്ചിരുന്നു. ഈ കാലയളവ് സുവർണ കാലഘട്ടമായാണ്, മൈസൂരിൻ്റെ സുവർണ കാലഘട്ടമായാണ് രേഖപ്പെടുത്തപ്പെട്ടത്. ഈ ദസറ എന്ന കർണാടകത്തിൻ്റെ ദേശീയ ഉത്സവം നടക്കുന്നതും ഈ കൊട്ടാരത്തോടനുബന്ധിച്ചാണ്. ഇത് 1610 ഈ ദസറ ഇവിടെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ആഘോഷം ആരംഭിക്കുന്നത്. ഇന്തോ അറബിക്, മുഗൾ, രജപുത്ര, റോമൻ, ഗോത്തിക് വാസ്തുവിദ്യ ശൈലിയാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് അമൂല്യ വസ്തുക്കൾ ഈ കൊട്ടാരത്തിലുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ കൊട്ടാരവാസികൾ ഇവിടം വിട്ടുപോവുകയും ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്ത് മ്യൂസിയമായി പ്രഖ്യാപിക്കുകയുമാണ് ഉണ്ടായത്. ഇവിടെ രാജാക്കന്മാർക്ക് കിട്ടിയ സമ്മാനങ്ങളും രാജാക്കന്മാരുടെ സിംഹാസനങ്ങളും മറ്റും അവർ ഉപയോഗിച്ച വസ്തുക്കളും എല്ലാം ഇവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരുപാട് നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ കൊട്ടാരം പടുത്തുയർത്തിയിട്ടുള്ളത്. ഇവിടെ ദസറ ഉത്സവം മാത്രമല്ല, രാത്രിയിൽ 1,00,000 ബൾബുകൾ കത്തിച്ചുകൊണ്ടുള്ള വർണ്ണവിസ്മയവും ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ നിന്ന് വരുന്നവരാരും നിരാശരാകാറില്ല. 100 രൂപ എൻട്രി ടിക്കറ്റ് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. മനോഹരവും അതുല്യവുമായ ഒരു നിർമ്മിതി സഞ്ചാരികളുടെ മനമയക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു വട്ടമല്ല, പലവട്ടം കണ്ടാലും ഈ മനോഹര സൗധം നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല.